നമ്മളിന്ന് പോകുന്നത് എങ്ങോട്ടാണെന്നറിയോ? കാടാമ്പുഴ അമ്പലത്തിലേക്ക് കേട്ടോ. കാടാമ്പുഴ അമ്പലത്തേക്ക് നമ്മൾ പുലർച്ചയ്ക്ക് പോന്നിട്ടുണ്ട്. ഇപ്പം നമ്മളിതാ ഇവിടെ എത്താനായിട്ടുണ്ട്. നമ്മൾ 5:30 ആയപ്പോൾ അവിടെ നിന്ന് പോന്നു. ഇപ്പോൾ ഇതാ നേരം വെളുത്ത് ഇവിടെ എത്തി. ഇപ്പോൾ വലിയ തിരക്കൊന്നും ആയിട്ടില്ല. നമ്മൾ വേഗം പോയി ചീട്ടാക്കി കേട്ടോ. മുട്ടറുത്ത് തൊഴുത് ഇറങ്ങിട്ടോ. ഇറങ്ങിയതിന് ശേഷം നമ്മൾ പായസവും പ്രസാദവും വാങ്ങി നമ്മൾ തൊഴുത് മേലോട്ട് കയറാൻ പോവാം കേട്ടോ. അപ്പോൾ നമ്മൾ മേലെ കയറിയിട്ട് നമ്മൾ കാടാമ്പുഴ അമ്പലം അവിടെ നോക്കിയാൽ നമുക്ക് മേലിൽ നിന്ന് എടുത്താൽ നല്ലോണം ഫുള്ളായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു വീഡിയോ അതിൽ എടുത്തിട്ടുണ്ട്. അങ്ങനെ പോകുന്നു. തിരക്ക് കൂടി വരും കേട്ടോ. ഞായറാഴ്ച ആയത് കാരണം നമ്മൾ വന്നപ്പോൾ തിരക്കൊന്നുമില്ല. ദേവിനെയൊക്കെ നന്നായിട്ട് തൊഴുകാൻ പറ്റി. മുട്ടറക്കാൻ തന്നെ നല്ല എളുപ്പത്തിൽ പറ്റി. മുട്ടറക്കാൻ നല്ല വരി ഉണ്ടാവും ഇനി കുറച്ച് കഴിയുമ്പോഴേക്ക്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ പ്രഭാത ഭക്ഷണം ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അത് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അത് കഴിക്കാൻ പോവാണ്. നല്ല റവയും നല്ല കട്ടൻ കാപ്പി കേട്ടോ. നല്ല രുചി ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അമ്പലത്തിൽ കഴിക്കാൻ നമുക്ക് നല്ല രസമാണല്ലോ അല്ലേ. എത്ര പല വിഭവങ്ങളൊന്നും ഇല്ലെങ്കിലും എന്നാലും നമുക്ക് അമ്പലത്തിലെ പ്രസാദം എന്ന് പറയുന്നത് നല്ലൊരു രസം. നമുക്ക് കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതിന് വേണ്ടിയിട്ടല്ലേ നമ്മളിങ്ങനെ ക്യൂ ഒക്കെ നിന്ന് വാങ്ങാല്ലേ. അപ്പോൾ നമ്മൾ കഴിച്ചപ്പോൾ തിരക്കൊന്നുമില്ല ഉണ്ടായിരുന്നില്ല കേട്ടോ. തുടങ്ങുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. കച്ചവടം കണ്ടില്ലേ. നമ്മൾ കുഞ്ചുവിനും അന്നുവിനും ഒരു വട വാങ്ങി. അബുവിനൊന്നും വാങ്ങിയില്ല കേട്ടോ. കളിപ്പാട്ടങ്ങളൊക്കെ ആവുകൊണ്ട് നമ്മൾ അതിനൊക്കെ നല്ല റേറ്റ് ആവും. പിന്നെ അവന് കുറച്ച് വലുതായതല്ലേ, നമ്മളങ്ങനെ വാങ്ങിയിട്ടില്ല. വള പിന്നെ എപ്പോഴും നമുക്ക് ആവശ്യമാണല്ലോ, അങ്ങനെ വാങ്ങി. അത് കഴിഞ്ഞ് നമ്മൾ ഇതാ ഇവിടെ കണ്ടില്ലേ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ മടങ്ങാൻ നിൽക്കുക കേട്ടോ. ജോലിയായിട്ട് വണ്ടി എടുക്കാൻ പോയിട്ടുണ്ട്. നമ്മൾ മടങ്ങാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ പ്രഭാത ഭക്ഷണമൊക്കെ കഴിച്ച് പോവാണ് കേട്ടോ. വീട്ടിലേക്ക് പോവാണ്. അതൊരു വണ്ടി. അങ്ങനെ നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും കണ്ട് ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്യണം.